നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് ഒരു സംഘം പോലീസുകാരെത്തിയത്. അവർ തിരുവനന്തപുരം സൈബർ ക്രൈമിന് വരികയാണെന്നും അവരുടെ കൂടെ ഞാൻ പോകണമെന്നുമായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. രാത്രി 12 മണിക്ക് നിങ്ങൾ വീട്ടിൽ കയറി വന്നത് തന്നെ DK ബാസു വേഴ്സ് വെസ്റ്റ് ബംഗാൾ കേസിൻ്റെ വിധിപ്രകാരം, സുപ്രീം കോടതിയുടെ വിധിപ്രകാരമുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. നിങ്ങളത് പഠിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച രാത്രി 12 മണിക്കൊന്നുമല്ല ഒരു വീട്ടിൽ കടന്നു കയറി അർദ്ധരാത്രിയുടെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെ വരേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സുപ്രധാനമായ സുപ്രീം കോടതി വിധി പ്രകാരം ഈ 7 വർഷത്തിന് താഴെയുള്ള കേസുകളിൽ 35(3) പ്രകാരമുള്ള നോട്ടീസ് തരേണ്ടതുണ്ട്. ആ 35(3) നോട്ടീസ് എന്നാൽ ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് വരും. അതല്ലെങ്കിൽ അതിന് വരാത്തതിനുള്ള കാരണം ഞാൻ ബോധിപ്പിക്കും. അല്ലാതെ അർദ്ധരാത്രി വന്ന് വീട്ടിൽ വന്ന് ഇവിടെ വന്നിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ആ വീട്ടിന് ചുറ്റുമുള്ള അസോസിയേഷൻ്റെ ആൾക്കാർ വന്നു, പുറമേയുള്ള ആൾക്കാർ വന്നു. പോലീസ് വാഹനത്തിലാണ് അവരെത്തിയത്. 4 പേരായിരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഞാൻ അവരോട് പിന്നീട് വിശദമായി സംസാരിച്ചപ്പോൾ അവർ വല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് അസ്വസ്ഥരായി. കാരണം അവർ മുകളിലേക്ക് ബന്ധപ്പെട്ടു. 35(3) നോട്ടീസ് സുപ്രീം കോടതി വിധി പ്രകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ അസുഖബാധിതനുമാണ്. അതുകൊണ്ട് സീനിയർ പത്രപ്രവർത്തകനായ ഒരാൾ ഈ രാത്രി ഞങ്ങൾ ഇതാവണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് അസുഖമാണെങ്കിൽ അവസാനം അവർക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അതായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി പിണറായി വിജയനും P ശശിയുമാണ് എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. ഇതിനിടയിൽ VD സതീഷിനെയും അതേപോലെ ഇതിൻ്റെ സൈബർ പോലീസിന് ഹെഡായ IG ശ്രീജിത്തിനെയും തിരുവനന്തപുരം പോലീസ് കമ്മീഷണറെയും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവർ ബന്ധപ്പെട്ട ഉടനെ പറഞ്ഞത് 35(3) പ്രകാരമുള്ള നോട്ടീസ് പ്രകാരമാണ് എന്നുള്ളത് ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചു പറയാം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിയമവിരുദ്ധമായി രാത്രി വന്ന് വിളിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. കാരണം ഞാൻ ചെയ്ത വാർത്തയ്ക്ക് ആസ്പദമായ ഡോക്യുമെൻറ്റ്സ്, വീഡിയോ എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. ആ ഡോക്യുമെൻ്റ് ഇതായിരുന്നു. അതായത് മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ സിന്ധു ജോയിയെക്കുറിച്ചുള്ള ഒരു പരാമർശമായിരുന്നു എന്നെ പറഞ്ഞിരുന്നത്. അതൊന്ന് കേട്ട് നോക്കാം. സിന്ധു ജോയിയെ ഇവർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വിലക്കെടുത്തില്ലേ? അവളെല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നടന്ന് പ്രസംഗിച്ചില്ലേ? കോൺഗ്രസിന് അവളെ നിന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് തോമസാ KV തോമസ് അല്ലേ നിന്ന് ജയിച്ചിട്ട് പോയത്? അവൾ ഇപ്പോൾ എവിടെയുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരല്ലേ? ഇവർ ഇറക്കുന്നവർ ഒരു പ്രാവശ്യം ഇറക്കി കഴിഞ്ഞാൽ ഈ അഭിസാരികളെ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ തള്ളുമല്ല, അതേപോലെ കൈകാര്യം ചെയ്യായിരുന്നില്ലേ? ഇതിൽ VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശമാണ്. സിന്ധു ജോയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മോശമെന്നല്ലേ പറഞ്ഞത്? അതോടൊപ്പം സിന്ധു ജോയ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ച വീഡിയോയും കാണിച്ചു. സിന്ധു ജോയ് പറഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്? CPM നേതാക്കൾ കറിവേപ്പില പോയി വലിച്ചെറിഞ്ഞു എന്നാണ്. അതും ഹരിച്ചേട്ടൻ മൊബൈലിൽ നിന്ന് എടുത്ത് കാണിച്ചു പോലീസുകാരെ. അതുകൂടി നമുക്ക് കേൾക്കാം. അദ്ദേഹം വെറുതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കരുതിക്കൂട്ടി ബോധപൂർവമാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നെ കോൺഗ്രസ് കറിവേപ്പിലയാക്കിയെന്നാണ് പറയുന്നത്. കറിവേപ്പിലയാക്കിയിട്ടുള്ള CPM ആക്കിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ, ഞാനും ഗൗരവ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇനി ഒരുപാട് പേര് ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുകയാണ്. ശ്രീ VS അച്യുതാനന്ദനെ ഇങ്ങനെ കയറൂരി വിടാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പ്രസ്ഥാനം തയ്യാറാകാൻ പാടുണ്ടോ? അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്നുൾപ്പെടെ മാറ്റി നിർത്തുവാൻ വേണ്ടി CPM തയ്യാറാകണം. പരസ്യമായിട്ട് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തലുമായി രംഗത്ത് വന്നു. പക്ഷെ ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും ഉന്നത രൂപത്തിൽ അപമാനിച്ചതിന് ശേഷം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോടായിട്ട് ചോദിക്കുവാനുള്ളത്. കേട്ടല്ലോ. അതായത് സിന്ധു ജോയിയെ വേശ്യയെ പോലെ, അഭിസാരിയെ പോലെ വലിച്ചെറിഞ്ഞു, ഉപയോഗിച്ച ശേഷം CPM പാർട്ടി വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന, കോൺഗ്രസ് പാർട്ടി വലിച്ചെറിഞ്ഞു എന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. അതേപോലെ അതിന് മറുപടിയായി സിന്ധു ജോയ് പറഞ്ഞ കറിവേപ്പില പോലെ എന്നെ വലിച്ചെറിഞ്ഞു CPM എന്നാണ്, കോൺഗ്രസ് അല്ല വലിച്ചെറിഞ്ഞത് എന്നാണ്. അപ്പോൾ ഇതിനെയാണ് ഞാൻ പറഞ്ഞത്. CPM ഈ പെൺകുട്ടിയെ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് അവസാനം പ്രവർത്തിച്ച ഈ പെൺകുട്ടിയെ രാഷ്ട്രീയമായി ഉപയോഗിച്ച ശേഷം
ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു എന്ന് ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞ ഭാഷ തീരെ മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് തിരുവനന്തപുരം തിരുവനന്തപുരം സൈബർ പോലീസിൽ ഇതേപോലെ ഇന്ദു ജോയ് കൊടുത്തൊരു കള്ളക്കേസിൽ ഞാൻ ഹാജരാക്കുകയും അത് കണ്ട് പോലീസ് ഞെട്ടി എന്നാണ്. പോലീസുകാർക്ക് അറിയില്ല, ഞാൻ തെളിവ് കൈവശം വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പോലീസിന് അറിയില്ലായിരുന്നു. ഞാൻ സത്യത്തിൽ സിന്ധു ജോയ്ക്ക് അനുകൂലമായിട്ടാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യമാണ് ഈ അടുത്ത ദിവസം ഈ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് വെറുതെ കള്ളക്കേസ് എടുക്കുന്നു എല്ലാവർക്കെതിരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത ചെയ്തത്. അതിന് കാരണം രാഹുൽ ഈശ്വറിനെതിരെ എടുത്ത കേസ് കള്ളക്കേസാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതേപോലെ രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല, നമ്മുടെ ഷാജസ് കറിയയ്ക്കെതിരെയും അതേപോലെ സുമേഷ് മാർക്കോപ്പളയ്ക്കെതിരെയും I2 സുനിലിനെതിരെയും അതേപോലെ KM ഷാജഹാനെതിരെയും അത് കാണുന്നവർക്കെതിരെയൊക്കെ തന്നെ കള്ളക്കേസ് എടുത്തിരിക്കുന്നു ഇതേപോലെ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവരെ പരിപാടി എന്താണ്? കള്ളക്കേസ് എടുക്കുക, അതേപോലെ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുക, വീട്ടിൽ പോയിട്ട് വീടും ഓഫീസും റെയ്ഡ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് എക്യുപ്മെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് പോവുക, ഓഫീസ് സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് അവർ ചെയ്യുന്നതല്ല, പിണറായി വിജയനും P ശശിയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ വീട്ടിലും ഓഫീസിലും വന്നത്. രാത്രി എൻ്റെ വീട്ടിൽ വന്നത്. രാത്രി അങ്ങനെ വന്ന ശേഷം രാവിലെ 5 മണി വരെ വെയിറ്റ് ചെയ്തവർ അവസാനം എൻ്റെ ഡോക്ടറെ കണ്ട് എനിക്ക് അസുഖമാണെന്നുള്ള സർട്ടിഫിക്കറ്റും മേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് എനിക്ക് 35(3) നോട്ടീസ് അവർക്ക് തരേണ്ടി വന്നു. 5 മണിയോടെ 12 മണി മുതൽ 5 മണി വരെയാണ് എന്നെ ബന്ധനസ്ഥനാക്കി വെച്ചത്. ശരിക്കും ഞാൻ കേസ് കൊടുക്കേണ്ടതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ. പക്ഷെ ഞാൻ കൊടുക്കാത്തത് ആ പാവങ്ങൾ അവർ പിണറായി വിജയനും P ശശിയും പറഞ്ഞ് പേടിച്ചിട്ടാണ് വന്നത്. അല്ലാതെ എന്നോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് രാത്രി വരണമെന്നുള്ളത് കൊണ്ടോ അല്ല. ഇത്ര നിയമവിരുദ്ധമായ കാര്യങ്ങളെ ശക്തമായി ഞാൻ എതിർക്കാനും നിയമപരമായി അവരോട് പറയാനും കഴിഞ്ഞതുകൊണ്ടാണ് അവർക്ക് അവർക്ക് എന്നെ തൊടാതെ മടങ്ങിപ്പോകേണ്ടി വന്നത്. ഇത് എത്ര സാധാരണക്കാരെ കള്ളക്കേസിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകൂർ അവരുടെ നോട്ടീസ് പ്രകാരം ഞാൻ പോലീസ് സ്റ്റേഷൻ പോകാതെ നേരെ ഇവിടെ തിരുവനന്തപുരം സെഷൻസ് കോടതി പോയത്. സെഷൻസ് കോടതി അതിഗംഭീരമായ ഒരു വിധിയാണ് എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എനിക്കെതിരെ എടുത്ത കേസ് എന്താണെന്ന് അറിയാമോ? ഞാനത് വായിക്കാം. എനിക്കെതിരെ എടുത്ത കേസ് 171/2025 ഓഫ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റേർഡ് ഫോർ അലേജറി കമ്മിറ്റിംഗ് ദ ഒഫൻസസ് പണിഷബിൾ അണ്ടർ സെക്ഷൻസ് 75(1)(4), 78, 79, 351(1), 351(2) ഓഫ് BNS ആൻഡ് സെക്ഷൻ 67 ഓഫ് IT ആക്ട് 2000 എന്നാണ്. ഈ വകുപ്പുകൾ ഒന്നും തന്നെ എനിക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല എന്ന് ഈ വീഡിയോ കണ്ടാൽ ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാം, ഈ പോലീസുകാർക്കും അറിയാം. പക്ഷേ പിണറായി വിജയനും അതേപോലെ P ശശിക്കും ഇങ്ങനെ കേസ് എടുത്താലേ സമാധാനമാവുള്ളൂ. അങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരെ എടുത്ത കേസും കള്ളക്കേസാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈ തിരുവനന്തപുരം സൈബർ പോലീസിനെയും എറണാകുളം സൈബർ പോലീസിനെയും ഇതേപോലെ കള്ളക്കേസ് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായി പിണറായി വിജയനും അതേപോലെ P ശശിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് പിണറായി വിജയന് ലാവ്ലിൻ കേസിൽ വിരോധമുണ്ടെന്നും അതുകൊണ്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ പിണറായി വിജയൻ നിരന്തരമായി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യുമ്പോൾ ഇത്തരം കള്ളക്കേസ് എടുക്കുന്നത് നിയമവിരുദ്ധ സുപ്രീം കോടതിയുടെ വിധികളുടെ ലംഘനമാണെന്നും അതിൽ 1-ാം പ്രതി പിണറായി വിജയൻ ആയിരിക്കുമെന്നും എനിക്കെതിരെ എടുത്ത എല്ലാ കള്ളക്കേസുകളും 1 മാസത്തിനുള്ളിൽ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം നോട്ടീസ് അയക്കാൻ പോവുകയാണ്. 1-ാം പ്രതി പിണറായി വിജയൻ, 2-ാം പ്രതി DGP, 3-ാം പ്രതിയായിരിക്കും അവിടുത്തെ കൺസേൺഡ് പോലീസ് ഓഫീസർ. ഇവിടെ കൺസേൺഡ് പോലീസ് ഓഫീസർ ആയിട്ടുള്ള ആൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അത് SHO അല്ല, അദ്ദേഹം SHO ആണ്. അത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ആയിരിക്കില്ല. അപ്പം ഞാനത് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് അയക്കും എല്ലാവർക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ളൊരു കേസാണ്. അതായത് ഈ പറയുന്ന 171/2025. ഇതിലെ ആസ്പദമായ കാര്യം എന്ന് പറയുന്നത് ഞാൻ 38/2025 നമ്പറിൽ എനിക്കെതിരെ സിന്ധു ജോയുടെ പരാതിയിൽ ഒരു കേസ് എടുത്തിരുന്നു. അത് സൈബർ ക്രൈം പോലീസാണ് എടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം MA ബേബി രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കൂടെ വളർത്തിയിട്ടുള്ള ഒരു നേതാവാണ് സിന്ധു ജോയ്. വളരെയധികം കഷ്ടപ്പാട് കഴിച്ചു, പല അപഖ്യാതികളും കേട്ടു. എന്നിട്ടും CPM അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞപ്പോഴും MA ബേബി സംരക്ഷിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അതിനെതിരെ സിന്ധു ജോയ്ക്ക് എവിടെ നിന്നാണ് അപമാനം ഉണ്ടായെന്ന് എനിക്കറിയില്ല. എനിക്കെതിരെ കേസ് കൊടുത്തു. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കള്ളക്കേസ് എടുത്തു. ആ കള്ളക്കേസ് എടുത്തിട്ട് എനിക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. എന്നിരുന്നാലും ഇല്ല, സുപ്രീം കോടതി പറഞ്ഞു ഞാൻ എല്ലാ രേഖകളും ഹാജരാക്കി. സുപ്രീം കോടതി പറഞ്ഞു ഈ കേസേ നിൽക്കില്ല, അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല, പകരം ആവശ്യമെങ്കിൽ പോയി തിരുവനന്തപുരം ACJ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല, ഇതുവരെ ജാമ്യം എടുത്തില്ല. കാരണം അത് ആ കേസ് ഞാൻ ആവശ്യമായ എല്ലാ തെളിവുകളും കൊടുത്തു കോടതി പോലീസ് സ്റ്റേഷനിൽ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ ഹാജരാക്കിയ ഡോക്യുമെൻറ്റ്സാണ് ഈ VS അച്യുതാനന്ദൻ്റെ വീഡിയോയും, അതായത് അഭിസാരിയെ പോലെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന സിന്ധു ജോയിയെ അഭിസാരിയെ പോലെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ്റെ പ്രസ്താവനയും, അതേപോലെ തന്നെ സിന്ധു ജോയ് എന്നെ CPM കറിവേപ്പില പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നൊരു കാര്യവും. അത് രണ്ടിനും വീഡിയോ ഉണ്ട്, തെളിവുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 19(1) പ്രകാരം എനിക്ക് ഇങ്ങനെയുള്ള തെളിവുകൾ വെച്ച് വാർത്തകൾ ചെയ്യാനുള്ള എല്ലാ അധികാരവുമുണ്ട്, അവകാശവുമുണ്ട്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അത് സിന്ധു ജോയ് അല്ല, സിന്ധു ജോയിന് അപ്പുറമുള്ള ആര് ചെയ്താലും ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കും. ഇതെൻ്റെ അവകാശമാണ്. അതുതന്നെയാണ് കോടതി ഇപ്പോൾ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കള്ളക്കേസാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം മാത്രം വായിക്കാം. ഇതിലെ വകുപ്പുകളെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഞാൻ വായിക്കപ്പോൾ, ഓൺ വ്യൂയിങ് ദ വീഡിയോ, ഇതിൻ്റെ 9th പാരഗ്രാഫിൽ, ഈ വിധിയുടെ 9ാമത്തെ പാരഗ്രാഫിൽ, ഓൺ വ്യൂയിങ് ദ വീഡിയോ അപ്ലോഡഡ് ബൈ ദ പെറ്റീഷണർ, ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് the petitioner was explaining how he had succeeded in a legal battle in a case registered in cyber police station by producing certain documents. അതായത് ഞാൻ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ, കേസിനാസ്പദമായ വീഡിയോയിൽ പറയുന്ന കാര്യം, ഈ ലീഗൽ ഫൈറ്റിൽ ഞാൻ സുപ്രീം കോടതി വരെ പോയ കേസിൽ എന്തൊക്കെയാണ് ഞാൻ വിജയിക്കാൻ കാരണമായുള്ള വസ്തുതകൾ എന്നാണ് ഞാൻ വിവരിക്കുന്നത്. ദ പെറ്റീഷണർ മെൻഷൻഡ് എ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ informant about herself in the same video. ഇതിനകത്ത് പരാതിക്കാരിയായ സിന്ധു ജോയ് തന്നെ അവരെക്കുറിച്ച് പറയുന്ന വീഡിയോ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. Thereafter the petitioner shared excerpts from a video which late VS അച്യുതാനന്ദൻ made comments about the informant. അതായത് സിന്ധു ജോയെ പറ്റിയിട്ട് VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുമാണ് അതിൽ പറഞ്ഞിരുന്നത്, ആ വീഡിയോയുമാണ്. It is true that the petitioner repeated the very same comments made by late VS അച്യുതാനന്ദൻ in the later part of the video. ഈ വീഡിയോയിലും, അതായത് ഇപ്പോൾ കേസിനാസ്പദമായ ഈ വീഡിയോയിലും VS അച്യുതാനന്ദൻ്റെ ഈ പരാമർശം തന്നെയാണ് സത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. It is evident that the petitioner did not make any comment of his own against the informant in that video. അതിലൊന്നും തന്നെ ഈ പറയുന്ന സിന്ധു ജോയെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, സ്വന്തമായിട്ടൊന്നും പറഞ്ഞില്ല. There was no sexually colored remarks of his own made by the petitioner against the informant in that video. ഇതിൽ സെക്ഷലി കളേർഡ് റിമാർക്സ് ഉള്ള ഒരു കാര്യവുമില്ല. On viewing the video, it is evident that petitioner did not air his own views about the informant or endorse the statement made by the VS അച്യുതാനന്ദൻ about the informant in the disputed video. VS അച്യുതാനന്ദൻ പറയുന്ന അംഗീകരിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും അധിക്ഷേപം നടത്തുകയോ ചെയ്തിട്ടില്ല. The petitioner was only explaining how he had succeeded in a legal battle by producing the public statement of the informant and the aforesaid video in which VS അച്യുതാനന്ദൻ made comments about the informant. ഞാൻ അതായത് പരാതിക്കാരൻ, അതായത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ഞാൻ ഈ നിയമയുദ്ധത്തിൽ ഈ വീഡിയോസൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും എന്തുകൊണ്ടാണ് വാർത്ത പ്രസിദ്ധീകരിച്ചതെന്നും അത് VS അച്യുതാനന്ദൻ്റെയും അതേ സിന്ധു ജോയിയുടെയും വീഡിയോയുടെ റഫറൻസ് പ്രകാരമാണ് ചെയ്തതെന്നും വിവരിക്കുകയായിരുന്നു. ഇൻ ദ അബവ് ഫാക്ച്വൽ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദിസ് കേസ്, this court of the opinion, definite opinion that the petitioner is entitled to anticipatory bail. അതായത് അതുകൊണ്ട് പെറ്റീഷണർക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് ഈ രേഖകൾ പ്രകാരം, ഞാൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ പ്രകാരം, പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ വഴി രേഖകൾ പ്രകാരം ഇതിനകത്ത് കൃത്യമായി പറയുന്നത്, പിന്നെ ഇതിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നന്ദകുമാർ വാർത്ത ചെയ്യാറുള്ളൂ. നന്ദകുമാർ സത്യം മാത്രമേ പറയാറുള്ളൂ. ക്രൈം നന്ദകുമാർ എന്ന് പറയുന്നത് ഏത് വാർത്ത പ്രസിദ്ധീകരിച്ചാലും അതിൻ്റെ പിന്നിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കും. ഇവിടെ VS അച്യുതാനന്ദനാണ് സിന്ധു ജോയിയെ പറ്റി പറഞ്ഞത് അഭിസാരിയെ പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതിനെ എതിർത്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. VS അച്യുതാനന്ദനെ പോലെ സമുന്നതനായ നേതാവ് സിന്ധു ജോയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല സിന്ധു ജോയ് അത് അഡ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് അഡ്മിറ്റ് ചെയ്തത്? അവരെ CPMകാർ ഉപയോഗിച്ച ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം. ഇതിലെവിടെയാണ് എൻ്റെ കുറ്റം? എന്നിട്ട് സിന്ധു ജോയ് എനിക്കെതിരെ കള്ള പരാതി കൊടുത്തു. സിന്ധു ജോയ് ഒറ്റയ്ക്ക് കൊടുത്തു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു സിന്ധു ജോയ് ഒരു പരാതി വെച്ചു. അതിൽ പരാതിയിൽ എന്താ പറഞ്ഞത്? എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു എന്നാണ്. എൻ്റെ ഫോട്ടോ ഞാനല്ല ഉപയോഗിച്ചത്, സിന്ധു ജോയ് തന്നെ
അവരുടെ വീഡിയോയിൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ആ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ പബ്ലിക് ഫിഗറാണ്, അവർ രാഷ്ട്രീയ നേതാവായിരുന്നു. ആ സമയത്തെ വീഡിയോ അവരെ ഫോട്ടോ എല്ലായിടത്തും ഉണ്ട്. സിന്ധു ജോയിയെ പറ്റി പറയുമ്പോൾ സിന്ധു ജോയിയുടെ ഫോട്ടോ അല്ലാതെ വേറെ ആരെങ്കിലും ആനേൻ്റെയോ കുതിരേൻ്റെയോ സിംഹത്തിൻ്റെയോ ഫോട്ടോ കൊണ്ടാക്കാൻ പറ്റുമോ? ഞാൻ നിയമപ്രകാരമാണ് ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിൽ സിന്ധു ജോയിൻ്റെ ഫോട്ടോ എനിക്ക് അശ്ലീലമായി തോന്നിയില്ല. നല്ല ഫോട്ടോ ആണ് കൊടുത്തത്, അശ്ലീലമായിട്ടൊന്നുമില്ല. ഇന്നോട്ട് സെക്ഷലി കളേഡ് റിമാർക്സ് എന്ന് പറഞ്ഞത് ഇതിലെവിടെയാണ് അവരെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുമ്പം അവർ പറഞ്ഞ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കെതിരെ കേസെടുക്കണം എന്നാണ് സിന്ധു ജോയ് പരാതി പറഞ്ഞത്. അതായത് സിന്ധു ജോയിൻ്റെ ഫോട്ടോ അശ്ലീലമാണോ? അത് പോലീസുകാർക്ക് അങ്ങനെ തോന്നിയോ? എൻ്റെ കുറ്റമല്ല, ഞാൻ അങ്ങനെ അശ്ലീലമായി സിന്ധു ജോയിയുടെ ഫോട്ടോ തോന്നിയില്ല. അവർ നല്ല പ്രൗഢിയുള്ള ഒരു നല്ല ലേഡിയാണ് എന്നാണ് അവർ ഫോട്ടോ കണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെ അശ്ലീലമായി തോന്നിയത് പോലീസുകാർക്കോ പിണറായി വിജയനോ പി ശശിക്കോ ആയിരിക്കാം. അതുകൊണ്ടുള്ള പരാതിയിൽ സിന്ധു ജോയിയെ പറ്റി ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് എനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുന്നത്, ഒരാളെ ഫോട്ടോ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഇന്ത്യയിലെ നിയമപ്രകാരം അനുവദനീയമാണ്. ഞാനത് പ്രസിദ്ധീകരിക്കാൻ വീണ്ടും സിന്ധു ജോയിയുടെ ഫോട്ടോ എന്തെങ്കിലും മാറ്റർ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോട്ടോ ചേർക്കണമെങ്കിൽ ഞാൻ ചേർക്കും. അത് 19(1) പ്രകാരമുള്ള എൻ്റെ അവകാശമാണ് എന്ന് സിന്ധു ജോയ് മനസ്സിലാക്കുക. മാത്രമല്ല, എനിക്കെതിരെ സിന്ധു ജോയ് ഇങ്ങനെ കള്ളക്കേസുകൾ കൊടുക്കുന്നതിനെതിരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും 1 കോടി രൂപയ്ക്ക് ഞാൻ നഷ്ടപരിഹാരത്തിന് ഉടനെ നോട്ടീസ് അയക്കും. അതുകൊണ്ട് സിന്ധു ജോയ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സിന്ധു ജോയിയുടെ ഏത് അഡ്രസ്സിലാണ് ഞാൻ നോട്ടീസ് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സിന്ധു ജോയ് താമസിക്കുന്നില്ല. പിന്നെ ലണ്ടനിലാണെങ്കിൽ ലണ്ടനിൽ ഞാൻ ഇത് പരാതി കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ, എൻ്റെ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പത്രപരസ്യം ചെയ്യും, എന്നിട്ട് കേസ് ഫയൽ ചെയ്യും. ആ കേസ് ഫയൽ ചെയ്താൽ ഈ ഇപ്പോൾ വന്നിട്ടുള്ള 3 കേസുകളിലും എനിക്ക് അനുകൂലമായ കാര്യങ്ങളുള്ളൂ. കാരണം എല്ലാത്തിനും രേഖയുണ്ട്, എല്ലാ കാര്യത്തിനും രേഖയുണ്ട്. എന്തിന്? എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിലെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞതാണ് ഇത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് MA ബേബിയുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കുറ്റക്കാരനാവുന്നത്? ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ സിന്ധു ജോയ് ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ ഈ MA ബേബി പറയുന്നിടത്തൊക്കെ പോയി അവസാനം ചീത്തപ്പേരുണ്ടായി, അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് അവരെ സംരക്ഷിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ അധിക്ഷേപമാകും? സിന്ധു ജോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെയുള്ള നിരവധി പാവപ്പെട്ട പെൺകുട്ടികൾ ഈ SFIയിലും DYFIയിലും CPMലും പ്രവർത്തിച്ച് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞുണ്ട്. ഈ നേതാക്കന്മാരുടെ ഹുങ്കും അഹങ്കാരം അവർ രാഷ്ട്രീയമായി ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നുണ്ട്. അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അത് ഞാൻ പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ട് സിന്ധു ജോയ് മനസ്സിലാക്കുക, എന്നെ അങ്ങനെയൊന്നും തളയ്ക്കാൻ പറ്റില്ല. കള്ളക്കേസ് കൊടുത്താൽ 1 കോടി രൂപ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യും. എന്നാൽ ഈ കേസിൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. കണ്ടംപ്റ്റ് ഫയൽ ചെയ്യുന്നത് നിയമവിരുദ്ധമായ എന്നെ കള്ളക്കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ സിന്ധു ജോയ്ക്കെതിരെ 1 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പ്രതികളാകും. ഈ കേസിൽ എനിക്ക് നന്ദി പറയാനുള്ളത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജ് സെമിറ്റ് R രേഖയോടാണ്. ബഹുമാനപ്പെട്ട അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഈ കേസിൽ വളരെ വസ്തുതാപരമായി കേസ് പൂർണ്ണമായി കേൾക്കുകയും അതിലെ വീഡിയോ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ യാതൊരു തരത്തിലും 1 വകുപ്പുകളും എനിക്കെതിരെ എടുത്ത കള്ളക്കേസാണെന്നും 1 വകുപ്പുകളും നിൽക്കുകയില്ലെന്നും കൃത്യമായി പറയുകയുണ്ടായി. ഈ കേസിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അതാണ്. സാധാരണ ലീഗൽ കാര്യങ്ങൾ പൂർണ്ണമായി കാണാതെ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണാതെ പ്രഥമ ദൃഷ്ട്യാ തന്നെ പല സെഷൻസ് കോടതികളും എൻ്റെ കേസ് തള്ളിയാറുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടാറ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. തിരുവനന്തപുരം സെഷൻസ് കോടതി എൻ്റെ കേസിൽ ഞാൻ ഹാജരാക്കിയ എല്ലാ രേഖകളും, പ്രത്യേകിച്ച് വീഡിയോകളെല്ലാം എല്ലാവരും കാണുകയും അതിലെവിടെയും ഒരു തരത്തിലും ഞാൻ ഈ പറയുന്ന പരാതിക്കാരിയെ സിന്ധു ജോയിയെ അധിക്ഷേപിച്ചില്ല എന്ന് കൃത്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വകുപ്പുകളൊന്നും നിലനിൽക്കില്ലെന്നും കൃത്യമായി ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു എന്നുള്ളതാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇത് കൃത്യമായിട്ട് കോടതി കാണണം, ബഹുമാനപ്പെട്ട കോടതി കാണണം. എൻ്റെ കക്ഷിയെ അർദ്ധരാത്രി വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന് 5 മണിക്കൂർ ബന്ധസ്ഥനാക്കി അവസാനം നോട്ടീസ് തരേണ്ടി വന്നു എന്ന് കൃത്യമായി അവതരിപ്പിച്ച് എൻ്റെ കക്ഷി ഈ VS അച്യുതാനന്ദൻ്റെയും അതേപോലെ സിന്ധു ജോയിയുടെയും വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തതെന്നും ഈ വീഡിയോ ഇന്നതാണെന്നും 3 വീഡിയോകളും കോടതി ഹാജരാക്കിക്കൊണ്ടായി അത് കാണണമെന്ന് കൃത്യമായി പറയുകയും കോടതിയെ അവതരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രമുഖനായ അഭിഭാഷകൻ
അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലിനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം കൃത്യമായി കോടതിയിൽ ഈ വാദം ഗംഭീരമായി നടത്തിയെന്നാണ് അവിടെ ഈ വാദം കേട്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള അഡ്വക്കേറ്റ്മാരാണ് വേണ്ടത്. കാരണം സാധാരണ കേസുകൾ പഠിക്കാതെ പകുതി കാര്യങ്ങൾ പറഞ്ഞ് കേസിൽ പലപ്പോഴും തള്ളിപ്പോകാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. കൃത്യമായി ഡോക്യുമെൻ്റ് കോടതിയിൽ കൊടുത്ത് ആ ഡോക്യുമെൻ്റ് കോടതിയിൽ കണ്ടാലേ എന്നിട്ട് മതി ജാമ്യം തരണ്ട എന്നാണ് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. അത്രയും അദ്ദേഹം വ്യക്തവും സുവ്യക്തവുമായ രൂപത്തിലാണ് കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.